പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ UP-യിലെ ഹൈവേയിലൂടെയാണ്. അപ്പോൾ നമ്മൾ കോലമൊക്കെ മാറ്റിയിട്ടുണ്ട്. കോല മാറ്റിയെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല കേട്ടോ. നമ്മൾ ഇപ്പോൾ UP-യിലെന്ന് പറഞ്ഞാൽ രാത്രി ഇപ്പോൾ ഹൈവേയിലൂടെയൊക്കെ പോകണാണ്. അപ്പോൾ പെട്ടെന്നെങ്ങാലും ആരെങ്കിലുമൊക്കെ വന്ന് നമ്മൾ ഉപദ്രവിക്കാൻ വേണ്ടി നോക്കിയാലോ. ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ രാവിലെ ഇപ്പം ഇന്നലെ നിന്നുവെച്ചാൽ പമ്പിൽ നിന്ന് നമ്മൾ പാക്കൊക്കെ ചെയ്തിട്ട് കുട്ടൂസനായിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കണുണ്ട്. അപ്പോൾ നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്ത് നമ്മൾ ഒപ്പം ഇന്നലെ പമ്പിലുണ്ടായിരുന്ന ആ ചേട്ടൻ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി കടയിൽ പോകുന്നതുകൊണ്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പകുതി പാക്കിങ് വെച്ചിട്ട് ഇനിയിപ്പോൾ ആ ചേട്ടൻ്റെ ചായ കുടിച്ച് വന്നിട്ട് നമ്മൾ പാക്ക് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങും. കാരണം ഇവിടുന്ന് വാരണാസിയിലേക്ക് 189 കിലോമീറ്റർ, അതായത് 190 കിലോമീറ്റർ അടുത്തുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നും നാളെ വൈകുന്നേരം കുളിച്ചിട്ട് എന്തായാലും എത്തണം. മറ്റന്നാളെയാണ് പരിപാടി. അപ്പോൾ ഇന്നും നാളെയും കുളിച്ചിട്ട് നമ്മൾ എന്ത് വന്നാലും വാരണാസി എത്തണമായിരിക്കുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ നമ്മൾ ഇന്ന് പരമാവധി 100-120 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടായിരിക്കും റെസ്റ്റ് എടുക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ നാളെ ഉച്ച വിളിച്ചിട്ട് ഉച്ച കഴിയുമ്പോൾ തന്നെ വാരണാസി എത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ അവിടെ നിന്ന് ഭയങ്കര തിരക്കൊക്കെ ആയിരിക്കും വാരണാസി എത്തുന്ന സമയത്ത് മുമ്പായിട്ട്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ നല്ല രീതിയിൽ ഇന്ന് കിലോമീറ്റർ കവർ ചെയ്താലേ പെട്ടെന്ന് തന്നെ എത്താൻ വേണ്ടി പറ്റുള്ളൂ. നമുക്ക് എന്തായാലും ചായ കുടിച്ച് വന്നിട്ട് കുട്ടൂസിനെ എടുത്തിട്ട് ഇനി യാത്ര തുടങ്ങണം. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ഇപ്പോൾ വൈസാബിൻ്റെ ഇപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി വന്നാണ്ട് ചായക്കടയിൽ. അപ്പോൾ ഈ ചായക്കടയിൽ വന്ന് ഇപ്പോൾ ചായയൊക്കെ കുടിച്ചിരിക്കണതാണ്. അപ്പോൾ നമുക്ക് പോകാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വാരണാസിയിലേക്ക് 186 കിലോമീറ്റർ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അസാംഗർ എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, അത് ഇവിടെ നിന്ന് 90 കിലോമീറ്ററാണ്. അപ്പോൾ അസാംഗർ പോയിട്ട് വാരണാസി പോണ കിലോമീറ്ററാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചേക്കുന്നത്. അതല്ലാതെ നമ്മൾ വേറൊരു ഹൈവേ കൂടി പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് 170 കിലോമീറ്ററിൽ നമ്മൾക്ക് എത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രിയാണ് ആ റൂട്ട് നോക്കിയത്. നമ്മളപ്പോൾ ആ വഴി പോകാമെന്നുള്ള പ്ലാനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ പമ്പിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഇപ്പോൾ നമ്മൾ വാരണാസിയിലേക്കുള്ള പോണ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കാൻ നേരത്തെ അടുത്തൊരു ബായിസാബിനെ പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഈ കാറിൽ വന്നിട്ട് ഒരു സോഷ്യൽ വർക്കറും കൂടിയാണ്. അപ്പോൾ അത് കാരണം നമ്മുടെ സൈക്കിളൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നമ്മളോട് ഒന്ന് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. പിന്നെ നമുക്കിപ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചു തന്നായിരുന്നിട്ട് ഇവിടെ നിന്ന്. അത് കാരണം നമ്മളിപ്പോൾ ബായിസാബിൻ്റെ ഇപ്പോൾ താഴത്തേക്ക് വന്നാൽ നമുക്ക് പോകാനായിട്ടുള്ള അങ്ങോട്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ബായിസാബിനെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ബായിസാബ് आपका नाम विजय कुमार सोलंकी है मेरा नाम। UP बस्ती में। അപ്പോൾ UP ബസ്തി ഡിസ്ട്രിക്റ്റിലാണ്. അപ്പോൾ നമ്മൾ വരാൻ നേരത്ത് പരിചയപ്പെട്ട എല്ലാവരും ഇപ്പോൾ ഇവരെ പരിചയപ്പെട്ട UP-യിലെ എല്ലാവരും നല്ല ആൾക്കാരെയൊക്കെ തന്നെ ഉണ്ട് പരിചയപ്പെടാം. അങ്ങനെ നമുക്ക് UP-യിൽ ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ താങ്ക് യു ബായിസാബ്, നമസ്തേ. അപ്പോൾ ഈ വഴി എന്ന് പറഞ്ഞാൽ ജൗൻപൂർ എന്ന് പറഞ്ഞിട്ടുള്ള ജൗൻപൂർ പോയിട്ടാണ് നമ്മൾ വാരണാസിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു 15 കിലോമീറ്ററിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇതും നമ്മൾ പോയിക്കൊണ്ടിരുന്ന വെച്ചാൽ ഹൈവേ കൂടി പോകുന്നുള്ള വ്യത്യാസം. പക്ഷേ നമ്മൾ ഇതേപോലെയുള്ള വഴികളിൽ പോകാൻ നേരത്ത് നല്ല കുറേ കാഴ്ചകൾ, ഗ്രാമക്കാഴ്ചകളൊക്കെ കണ്ടു പോകാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ കുറേ സ്ഥലങ്ങളിൽ തണലൊക്കെ ഉണ്ടാവും. പിന്നെ യാത്ര കുറച്ച് സ്ലോ ആയിരിക്കുള്ളൂ ഇതേപോലെയുള്ള വഴികളിലൂടെ പോകുമ്പോൾ. നമ്മൾ നാഷണൽ ഹൈവേയിലൂടെ പോകാൻ നേരത്ത് നമുക്ക് സ്പീഡിൽ യാത്ര ചെയ്യാൻ വേണ്ടി സാധിക്കും. കുറേ കിലോമീറ്റർ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷേ എല്ലാം ഒരുപോലെ തന്നെ ആയിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വലിയ യാത്രയിലെ കാഴ്ചകളും കാര്യങ്ങളും, പിന്നെ അതുമാത്രമല്ല നമ്മൾ ഗ്രാമത്തിലെ ഉള്ളിലെ ജീവിതങ്ങളൊന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഉള്ളുവഴികളൊക്കെയാണ്. അപ്പോൾ ഇതും ഉള്ളുവഴിയല്ല കേട്ടോ, ഇത് സ്റ്റേറ്റ് ഹൈവേ ആണ്. ഇവിടുത്തെ സ്റ്റേറ്റ് ഹൈവേ ആണെങ്കിൽ നമ്മൾ ഓരോ വില്ലേജ് ടച്ച് ചെയ്തിട്ടായിരിക്കും പോകണം. അപ്പോൾ അവിടുത്തെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ട് കുറച്ച് UP-യിലെ ജീവിതം എന്താണെന്നൊക്കെ നമുക്ക് ഏകദേശമൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഹൈവേയിലൂടെ പോകണമെങ്കിൽ നമ്മളെപ്പോഴും ഓരോ ജംഗ്ഷനുകൾ വരുമ്പോൾ ഭയങ്കര റഷ്, പിന്നെയും ഹൈവേ, പിന്നെ റഷ്. പിന്നെയെന്ന് പറഞ്ഞാൽ കൂടുതൽ ലോറിക്കാർ, ലോറിയുടെ പൊടി, പൊല്യൂഷൻ, ഇതെല്ലാം ഈ വഴി പോകുമ്പോഴേക്കും നമുക്ക് വളരെ കുറവായിരിക്കുള്ളൂ. അങ്ങനെ നമ്മൾ ഈ ഉള്ളുവഴികളിലൂടെ പോകാൻ നേരത്ത് ഇവിടെയുള്ള പാടങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ വീട്ടുകാരുടെയൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ചെറിയ പാടങ്ങളാണ്. അപ്പോൾ ഓരോരോ വീട്ടുകാരുടെ ഓരോരോ ഏരിയയിലാണ്, അതായത് 5 ഏക്കർ 10 ഏക്കർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വീട്ടുകാരുടെയാണ് ഈ പാടങ്ങൾ കാണുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ കൊയ്ത്തിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ മിഷനൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. ഇവിടെയൊക്കെ ആൾക്കാർ തന്നെയാണ് ഫുള്ള് നമ്മളെ പഴയ രീതിയിൽ തന്നെയാണ് ഇവിടെ ഇപ്പോഴും കൊയ്ത്ത് നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും കുറേ കതിരായേക്കണ നെല്ലുകൾ അവർ താഴ്ത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് മൊത്തത്തിൽ ഇങ്ങനെ ആക്കിയിട്ട് അതൊന്ന് ഉണങ്ങി കിട്ടാൻ നേരത്താണ് ഇവർ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത്
പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് അടിച്ചടിച്ചാണ് കേട്ടോ ഇവർ എടുക്കണം, നെല്ലെടുക്കണമെന്ന് പറഞ്ഞാൽ പഴയ പണ്ടത്തെ ആൾക്കാർക്കൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളവിടെ ആണെങ്കിൽ പാടങ്ങളൊക്കെ ഉള്ള അവിടെയൊക്കെ ആൾക്കാർക്ക് അറിയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതെടുത്തിട്ട് കുറ്റി കുറ്റിയാക്കിയിട്ട് കട്ട് ചെയ്ത് പിടിച്ചിട്ട് ഇവർ ഒരു ബെഞ്ചിലിട്ട് അടിച്ച് അതിൽ നിന്ന് നെല്ല് വേർതിരിച്ച് അത് കഴിഞ്ഞിട്ട് നെല്ല് പുഴുങ്ങിയിട്ടൊക്കെയാണ് എടുക്കണത്. അപ്പോൾ നമുക്ക് പോണ വഴിക്കെല്ലാം കാണാൻ വേണ്ടി സാധിക്കും. നമ്മളപ്പോൾ ഇനി അങ്ങോട്ടേക്ക് പോകാൻ നേരത്ത് നമ്മളെന്തായാലും ആ കാഴ്ചയൊക്കെ കാണുമ്പോഴേക്കും നിർത്തിയിട്ട് നമ്മൾ അതും കൂടി നിങ്ങളിലേക്ക് എത്തിക്കണമായിരിക്കും. അങ്ങനെ നമ്മുടെ കാല് പൊട്ടിയതിപ്പോൾ ഏകദേശം ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇരുന്നിട്ടാണ് ഇനിയിപ്പോൾ ഇന്ന് രാവിലെ ഓയിൽമെൻറ്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഒരുമാതിരി ഉണങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ രാവിലെ തന്നെ ഇവിടെ നിന്ന് ക്ലീൻ ചെയ്തിട്ട് ഓയിൽമെൻറ്റ് വെച്ചിട്ടാണ് ഇനി യാത്ര തുടങ്ങാനായിട്ട്. അല്ലെങ്കിൽ പൊടിയൊക്കെ അടിച്ച് വീണ്ടും അത് ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് പണിയായിരിക്കും. അപ്പോൾ 2 കാലിലും പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 കാലും ഇപ്പോൾ ഇവിടെ നിന്ന് സ്പിരിറ്റൊക്കെ ഇട്ടിട്ട് ക്ലീൻ ചെയ്തിട്ട് നേരെ നമ്മൾ ഓയിൽമെൻറ്റ് നമ്മളിപ്പോൾ യൂസ് ചെയ്ത ഓയിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓയിൽമെൻ്റ് ആയിരുന്നു. കുഴപ്പമില്ല, ഇതിപ്പോൾ തീരാറായി. ചെറിയൊരു ഓയിൽമെൻ്റ് ആയിരുന്നു. അതിപ്പോൾ 2 ദിവസം 3 ദിവസം 2 ദിവസത്തിന് മേളിലായിട്ടുള്ളൂ. ഇപ്പോൾ ഒരു 3ാമത്തെ ദിവസമാണ്. അപ്പോഴേക്കും ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടെയുള്ള വഴിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ വൈക്കോല്, അതായത് നെല്ലെടുക്കാനായിട്ടുള്ളതൊക്കെ ഉണ്ടോ. അപ്പോൾ നെല്ലെടുക്കണ രീതിയാണെങ്കിൽ അടിച്ചടിച്ചാണ് ഇവിടെ നമുക്ക് വീടുകളിൽ ഇപ്പോൾ പോകണ വഴിക്ക് തന്നെ കാണാൻ വേണ്ടി സാധിക്കും. എല്ലാവരും അതിൻ്റേതായിട്ടുള്ള തിരക്കിലാണിപ്പോൾ എല്ലാ വീടുകളിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരുന്ന വെച്ചെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന വഴിയിലൂടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വന്നത് ഉള്ളുവഴികളിലൂടെയാണ്. അപ്പോൾ നമ്മൾ പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായ ഈ കാണുന്ന ജൗൻപൂർ വഴി ബാബാത്പൂർ പോയിട്ട് അവിടെ നിന്ന് വാരണാസിയിലേക്കായിരുന്നു. അതിപ്പോൾ കിലോമീറ്റർ ഭയങ്കര കുറവാണ്. നമ്മൾ ഉള്ളുവഴി കൂടി തന്നെയായിരുന്നു ഇപ്പോൾ വന്നത്. അപ്പോൾ ഈ ഇതെന്ന് പറഞ്ഞാൽ 138 കിലോമീറ്റർ ഉള്ളൂ. പക്ഷെ നമ്മൾ വന്നിട്ട് അവിടെ നിന്ന് ഇപ്പോൾ ഡീവിയേറ്റ് ചെയ്ത് നമ്മൾ ഇനി ആസാംഗർ വഴി പോകാമെന്ന് വിചാരിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അവിടെ നിന്ന് നോക്കിയപ്പോഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയെല്ലാം ഭയങ്കര ഉള്ളുവഴിയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ജംഗ്ഷനിൽ എത്തിയിട്ട് ഈ ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉള്ളുവഴിയാണ്. അതുപോലെ തന്നെ നല്ല കാഴ്ചകളും നല്ല അനുഭവങ്ങൾ തന്നെ ആയിരിക്കുള്ളൂ. പക്ഷേ ആ വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് രാത്രിയൊന്നും എത്തിപ്പെട്ട് നിൽക്കാൻ വേണ്ടി പറ്റില്ല. പെട്രോൾ പമ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ഈ വഴിയിൽ. അത് ചെറിയൊരു വഴിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ട് അടുത്ത റൂട്ട് കയറിയെന്ന് പറഞ്ഞാൽ ആസാംഗർ വഴി തന്നെ പോകാമെന്ന് വിചാരിച്ചു. അതെന്ന് പറഞ്ഞാൽ NH28 ആണ്. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇനി NH28 ആണ് ഇവിടെ നിന്ന് കാണുന്നത്. അപ്പോൾ അത് വലിയ ഹൈവേ ആണ്. ഹൈവേയിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമല്ലെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് എത്തിപ്പെടണമെങ്കിൽ ഇനി ഹൈവേയിലൂടെ തന്നെ പോയാലേ നാളെ എത്തിപ്പെടാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ 167 കിലോമീറ്ററാണ് നമ്മൾ ആസാംഗർ വഴി ഇനി പോകണമെങ്കിൽ ഉള്ളത്. അതുപോലെ തന്നെ നമ്മൾക്ക് നേരെ ജൗൻപൂർ വഴി ബാബാത്പൂരിൽ വഴി പോകണമെങ്കിൽ നമ്മൾക്ക് വെറും 136 കിലോമീറ്റർ ഉള്ളൂ. പക്ഷേ യാത്ര ഭയങ്കര പതുക്കെ നമ്മൾ എത്തുള്ളൂ. കാരണം ഭയങ്കര കട്ടറയും കുഴിയും ഹമ്പുകൾ, അതുപോലെ തന്നെ ഭയങ്കര ചെറിയ റോഡാണ്. അപ്പോൾ ചെറിയ ട്രാക്ടറുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ വരെ നമുക്ക് നിർത്തിയിട്ടാണ് പോകാൻ വേണ്ടി പറ്റണം. അത് കാരണമാണ് നമ്മളിപ്പോൾ കിലോമീറ്റർ കൂടിയാലും നാഷണൽ ഹൈവേ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് യാത്ര ചെയ്ത് എത്താൻ വേണ്ടി പറ്റും. അപ്പോൾ നാളെ വൈകുന്നേരം നമ്മൾ എന്തായാലും എത്തുമെന്ന് വിചാരിക്കണേ. ഇപ്പോൾ സമയമെന്ന് പറഞ്ഞാൽ 1:06, 1 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇന്നൊരു 50-60 കിലോമീറ്ററിന് മേളിൽ എന്തോന്നാലും നമ്മൾ പോകും. കാരണം 167 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഒരു 100 കിലോമീറ്ററും കൂടി ഇനി ഇപ്പോൾ ഇവിടുന്ന് പോകാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ നല്ലതായിരുന്നു. അപ്പോൾ നമ്മൾ പരമാവധി ഇന്ന് രാത്രിയാണെങ്കിൽ സൈക്കിളെല്ലാം ചെയ്തിട്ട് നമ്മളിന്ന് വാരണാസിയിലേക്ക് നാളെ ഉച്ചക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ തന്നെയാണ്. അപ്പോൾ കുട്ടൂസനാണെങ്കിൽ ഫുൾ ഓണായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ ഒരു ചായക്കട, ചെറിയൊരു ചായക്കടേൻ്റെ ഇവിടെ ഒരു കട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴേക്കും നിർത്തിയാണ്. അങ്ങനെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ UP-യിലെ ജലാൽപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തൂടെ ഉണ്ടോ. അപ്പോൾ ജലാൽപൂർ ബസാറാണ് നമ്മളിപ്പോൾ എത്തിയേക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇനി ഒരു 150 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് വാരണാസിയിലേക്ക്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൂടി നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു 10 കിലോമീറ്ററും കൂടി സഞ്ചരിച്ചാൽ നമ്മൾ ഹൈവേയിലേക്ക് എത്തിപ്പെടും. അതെന്ന് പറഞ്ഞാൽ വലിയ ഹൈവേ ആണ്, നാഷണൽ ഹൈവേ 28 ആണ്. അപ്പോൾ വീണ്ടും നമ്മൾ നാഷണൽ ഹൈവേ ഇന്ന് രാവിലെ നമ്മൾ
ആ ഹൈവേയിലൂടെയാണ് യാത്ര ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളുവഴികൾ കയറി വീണ്ടും തിരിച്ച് നമ്മൾ നാഷണൽ ഹൈവേയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഉള്ളുവഴികളൊക്കെ കയറി കറങ്ങി ഇപ്പോൾ ജലാൽപൂർ ബസാറിൻ്റെ ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കിനി പോകാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് കയറിയിട്ട് ഇവിടുന്ന് അപ്പോൾ ഈ കാണുന്ന വഴിയിൽ ലെഫ്റ്റ് പോയിട്ട് നമ്മൾ ഏകദേശം ഒരു 10 കിലോമീറ്റർ താഴെ പോയി കഴിഞ്ഞാൽ നാഷണൽ ഹൈവേ 28 ആണ്. അപ്പോൾ യു പിയിൽ ഇതെന്നൊക്കെ പറഞ്ഞാലും ചെറിയൊരു ബസാറാണ്. ചെറിയൊരു ബസാറാണെങ്കിൽ പോലും ഇത്ര തിരക്കുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ വലിയ വലിയ ജംഗ്ഷനുകളും വലിയ ബസാറൊക്കെ വരാൻ നേരത്തെന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ നേരത്തേക്ക്, അതായത് ഒരു 4-5 കിലോമീറ്റർ മുമ്പിലേക്കും ബാക്കിലേക്കും ഫുള്ള് കടകളും തിരക്കും ആൾക്കാരുടെ ബഹളം, വണ്ടിക്കാരാണെങ്കിൽ എപ്പോഴും ഹോണടി, അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടാണ് നമുക്ക് ഓരോ ബസാറുകൾ എത്താൻ നേരത്ത്. പിന്നെ എല്ലാ സാധനങ്ങളും കിട്ടും, ചെറിയ പൈസക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ വരെ എല്ലാ കടകളിലും കിട്ടും. അങ്ങനെ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 3:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുവരെ ഹൈവേയിൽ എത്തിയിട്ടില്ല. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ വഴിയൊക്കെ തെറ്റി വേറെ വഴിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയേക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേരെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഹൈദരാബാദ് എന്നുണ്ട്. കണ്ട ഹൈദരാബാദ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അതായത് യു പിയിലെ ഒരു ഉള്ളിലെ വില്ലേജ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ കുട്ടൂസിനെ കണ്ടിട്ട് ഇപ്പോൾ ഈ സൈക്കിളിൽ വന്നൊരു മച്ചാനുണ്ട്. മച്ചാൻ നമ്മൾ ചായ കുടിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചാൽ നമ്മളുടെ യാത്രയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ചായ കുടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചായക്കടയിലേക്ക് വിളിച്ചാണിത്. ഓ ബൈ സാബ് ആപ്കാ നാം? പ്രശാന്ത് റാന എന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരന് ഇവിടെ ഇപ്പോൾ ട്രാക്ടറൊക്കെ ഓടിക്കണം, അതുപോലെ തന്നെ പഠിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ PSC എന്നൊക്കെ പറയില്ല, അപ്പോൾ അതേപോലത്തെ കോഴ്സിനകത്ത് ഇവിടെ പഠിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെ വിളിച്ചിട്ട് കുറച്ച് നേരം സംസാരിക്കാൻ പറ്റുമെന്ന് വെച്ചപ്പോഴേക്കും ഞാൻ കുഴപ്പമൊന്നുമില്ല. അപ്പം ഇങ്ങനെ ചായക്കടയിലേക്ക് വിളിച്ചിട്ടും വന്നാൽ അങ്ങനെ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 5:30 ആയിട്ടുണ്ട് കേട്ടോ. 5:30 ആയപ്പോഴാണ് നമ്മളിപ്പോൾ ഹൈവേയിലേക്ക് എത്തിപ്പെട്ടത്. അപ്പോൾ ഇവിടെ നിന്ന് അജാങ്കർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് വാരണാസിയിലേക്ക് ആണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് മൊത്തത്തിൽ വാരണാസി വരെ 145-150 കിലോമീറ്റർ അടുത്തുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി ഇവിടെ ട്രാവൽ ചെയ്യാമെന്ന് വിചാരിച്ച്, കാരണം നമ്മൾ നാളെ അവിടെ അല്ലെങ്കിൽ ഇന്നിപ്പോൾ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നാളെ നമ്മൾക്ക് വാരണാസി എത്തിപ്പെടാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നാളെ ഒരു ഉച്ച കൊള്ളിച്ചിട്ട്, അതായത് ഇന്ന് മൊത്തം റെസ്റ്റ് എടുക്കാണ്ട് രാത്രി മൊത്തം ട്രാവൽ ചെയ്താൽ നമ്മൾ നാളെ ഉച്ചയ്ക്ക് മുമ്പ് എന്ത് വന്നാലും വാരണാസി എത്തിപ്പെടും. അത് കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ റെസ്റ്റൊക്കെ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ യാത്രയിൽ ഞാൻ അങ്ങനെ രാത്രി യാത്ര ഭയങ്കര കുറവാണ്. പിന്നെ ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ മാത്രമാണ് നമ്മൾ രാത്രി ട്രാവൽ ചെയ്യണത്. ഇതിനു മുമ്പ് 2021 നമ്മൾ ഇതുപോലെ 2-3 ദിവസങ്ങൾ രാത്രി ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ രാജസ്ഥാനിലായിരുന്നു. രാജസ്ഥാനിലെ അപകടങ്ങളുള്ള ഹൈവേയിലൂടെയായിരുന്നു നമ്മൾ രാത്രി ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ യു പിയിലെ ഹൈവേയിലൂടെ ഉണ്ട്, അതായത് വാരണാസിയിലേക്ക് പോകുന്ന ഹൈവേയിലൂടെയാണ് നമ്മൾ രാത്രി ട്രാവൽ ചെയ്യാൻ വേണ്ടി പോണത്. എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. വലിയ പ്രശ്നങ്ങളൊന്നും വരില്ലായിരിക്കും. പിന്നെ നമ്മുടെ ഇനിയിപ്പോൾ ഇപ്പോൾ നമ്മുടെ ടർക്കി 2-3 ദിവസം മുമ്പ് സ്റ്റേ അടിച്ച് അവിടെ വെച്ചിട്ട് മറന്നു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വന്നാലും ഒരു ടർക്കി മേടിക്കണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു കാവി ഷോളും കൂടി മേടിച്ച് നമ്മൾ അത് തോളത്ത് അല്ലെങ്കിൽ തലയിൽ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാബയാണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെ ആരും നമ്മുടെ അടുത്തോട്ട് പ്രശ്നമൊന്നും വരില്ല. രാത്രിയാണെങ്കിലും നമുക്ക് സേഫായിട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളങ്ങനെയാണ് ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴേക്കും ഇപ്പോൾ അപകടമാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായിരിക്കും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു രീതിയിലാണ് നമ്മൾ യാത്ര. അങ്ങനെ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 8:30-9 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴും നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ യു പിയിലെ ഹൈവേയിലൂടെയാണ്. അപ്പോൾ നമ്മൾ കോലമൊക്കെ മാറ്റിയിട്ടുണ്ട്. കോല മാറ്റിയെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല കേട്ടോ. നമ്മൾ ഇപ്പോൾ യു പിയിലെന്ന് പറഞ്ഞാൽ രാത്രി ഇപ്പോൾ ഹൈവേയിലൂടെയൊക്കെ പോകണാണ്. അപ്പോൾ പെട്ടെന്നെങ്ങാലും ആരെങ്കിലുമൊക്കെ വന്ന് നമ്മൾ ഉപദ്രവിക്കാൻ വേണ്ടി നോക്കിയാൽ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ യു പിയിലെന്ന് പറഞ്ഞാൽ ബാബമാരെന്ന് നിറയെ ബാബമാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്രകൾ ചെയ്യണം, നടന്നും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പോണ പോലെ തന്നെ സൈക്കിളിലൊക്കെ ഓരോ ബാബമാർ ഓരോ മന്ദിറിലോട്ടൊക്കെ പോകണതാണ്. അപ്പോൾ
നമ്മളും നേരെ നമ്മളും ഇപ്പോൾ ബാബമാരുടെ പോലെ തന്നെ കോസ്റ്റ്യൂമൊക്കെ ചെയ്തിട്ട്, എന്നാലും നമ്മളിപ്പോൾ പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ പോകണമെന്ന് പറഞ്ഞാൽ വാരണാസിയിലേക്കുള്ള. അപ്പോൾ നമ്മളെന്താ പറഞ്ഞാലും ഞാനൊരു ഷോൾ മേടിക്കാൻ വേണ്ടിയിരിക്കണേന്ന്. അപ്പോൾ ഒരു ഷോൾ മേടിച്ചിപ്പോൾ നമ്മൾ ഷോളൊക്കെ കെട്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കണേന്. ഇതാകുമ്പോഴേക്കും ആൾക്കാർ നോക്കുമ്പോൾ ബാബയാണെന്ന് വിചാരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് മുടിയും കാര്യങ്ങളും അതേപോലെ തന്നെ എൻ്റെ ഇപ്പോഴത്തെ കോലത്തിൽ നോക്കുമ്പോഴും ഇത് നമ്മുടെ ഇപ്പോൾ കുട്ടൂസനൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ യാത്ര ചെയ്യണമെങ്കിൽ കൂടി ആകുമ്പോഴേക്കും വലിയ ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് 100 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ വാരണാസിയിലേക്ക്. അപ്പോൾ നമ്മൾ രാത്രി കുറച്ച് ട്രാവൽ ചെയ്തിട്ട് ഒരു 12 മണിക്കൊക്കെ കുറച്ച് റെസ്റ്റ് ചെയ്യുന്നു. പിന്നെ 1 മണി 2 മണിക്ക് നേരെ ഇറങ്ങി ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു രാവിലെ 9 മണി 10 മണിയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ എന്ത് വന്നാലും വാരണാസിയിൽ എത്തിപ്പെടുന്നതായിരിക്കുള്ളൂ. അങ്ങനെ നമ്മളിപ്പോൾ ഈ ഹൈവേ കൂടി പോകാൻ നേരത്ത് ഇവിടെ ഒരു ചെറിയ മന്ദിരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മന്ദിറിൽ വന്ന് കുറച്ചേരം ഇതേപോലെയുള്ള വെട്ടമുള്ള സ്ഥലത്തൊക്കെയാണ് ഇരുന്നിരുന്നാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 9:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് ഒരു 100 കിലോമീറ്ററും കൂടി യാത്ര ചെയ്ത് കഴിഞ്ഞാൽ വാരണാസി എത്തും. അപ്പോൾ പരമാവധി രാത്രി പതുക്കെ നിന്ന് യാത്ര ചെയ്ത് എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ മന്ദിരമുണ്ട്. അതുപോലെ തന്നെ സൈഡിൽ ഇവിടെ ശിവനും കാളിയുടെയൊക്കെ പ്രതിഷ്ഠ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ പുറകിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ കല്ലറകളാണ്. അപ്പോൾ ഇവിടുത്തെ ഏതോ കുടുംബക്കാരോ മരിച്ചതിൻ്റെ കല്ലറയാണ് ആ കാണുന്ന 2 എണ്ണം. ഇവിടെ മന്ദിരമുണ്ട്. അപ്പോൾ എന്താ കറക്റ്റായിട്ട് കാര്യമൊന്നും അറിയില്ല. ഇവിടെ ആണെങ്കിൽ ആൾക്കാരെയൊന്നും കാണാനില്ല. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാര്യമൊക്കെ ചോദിക്കാറുണ്ട്. എന്തായാലും നമുക്കിനിപ്പോൾ ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിരുന്നിട്ട് ഇനി വീണ്ടും കുട്ടൂസനടുത്ത് യാത്ര തുടങ്ങണം. അപ്പോൾ ഇതാണ്ട് ബാബ അബ്ദുൽ യോഗി ശക്തിപീഠ്. അപ്പോൾ ഇതാണ് ഈ സ്ഥലം. അങ്ങനെ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 11:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 11:30 ആയപ്പോഴേക്കും നമ്മൾ അസാങ്കർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് ഒരു 90 കിലോമീറ്റർ താഴെ മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്കിനി വാരണാസിയിലേക്ക്. അങ്ങനെ നമ്മളിപ്പോൾ പോകാൻ നേരത്ത് ഓരോ ടൗൺ ഏരിയയൊക്കെ എത്തുമ്പോഴാണ് ഇപ്പോൾ ഹൈവേയിൽ ഇങ്ങനെ ലൈറ്റുള്ളത്. അപ്പോൾ ടൗൺ ഏരിയ തുടങ്ങിയിട്ട് കഴിയണ വരെ ഇതുപോലെ ലൈറ്റ് ഉണ്ടാവും. അത് കഴിയുമ്പോൾ വീണ്ടും ഫുള്ള് ഇരുട്ടുള്ള വഴികളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടോർച്ചൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടോർച്ച് യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ പോണത്. അപ്പോൾ നമ്മൾ രാത്രി കുട്ടൂസനായിട്ട് യാത്ര ചെയ്യാത്തത് കൊണ്ടിട്ട് നമ്മൾ ലൈറ്റൊന്നും കംപ്ലൈൻ്റ് ആയി പോയി കഴിഞ്ഞിട്ട് പിന്നെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം രാത്രി നമ്മൾ യാത്ര ഉണ്ടായിരുന്നില്ല. അപ്പോൾ ലൈറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും യാത്ര ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് നേരത്തെ തന്നെ ഒരു ടോർച്ചൊക്കെ മേടിച്ച്. അപ്പോൾ ടോർച്ചാണെങ്കിൽ നല്ല പവർ ഉണ്ട് കേട്ടോ. ഇതാണ് ടോർച്ചെങ്കിലും അത് അത്യാവശ്യം ഇപ്പോൾ വെട്ടൊക്കെ തന്നെ അടിച്ചിട്ട് നല്ല വെട്ടമുണ്ട്. ഇരുട്ടത്തൊക്കെ നല്ല പവറുള്ള ടോർച്ചാണ് ഇത്. അങ്ങനെ ഇപ്പോൾ സമയം 12 മണിയൊക്കെ കഴിഞ്ഞിട്ട് 1 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ വാരണാസിയിലേക്ക് ഇനി ഇവിടുന്ന് വേറെ 80 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പതുക്കെ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് പോയാൽ പോലും നമുക്ക് രാവിലെ ആകുമ്പോഴേക്കും വാരണാസിയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഹൈവേയിലാണെങ്കിൽ ആകെ ലോറിക്കാർ മാത്രം ഉണ്ടോ പോകുന്നത്. ലോറിക്കാരാണെങ്കിൽ കുറച്ച് ലോറിക്കാരാണ് ഈ വഴി പോകുന്നത്. അത് കാരണം ആരുമില്ല, മൊത്തം ഇരുട്ടായിട്ട്. നമ്മുടെ കയ്യിലാണെങ്കിൽ ഈ ടോർച്ചിൻ്റെ വെട്ടത്തിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കണത്. അങ്ങനെ നമ്മളിപ്പോൾ വാരണാസിയിലേക്ക് പോയിക്കൊണ്ടിരിക്കണം ഹൈവേ വണ്ടി കാണുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം 2:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. കോട ഇറങ്ങിയതിനൊപ്പം തന്നെ നല്ല തണുപ്പാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഹൈവേൻ്റെ സൈഡിൽ തന്നെ കുട്ടൂസനെ വെച്ചിട്ട് ഇവിടെ തന്നെ വെച്ചിട്ട് നമ്മളിവിടെ കുറച്ച് മടലൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ ആ മടലൊക്കെ എടുത്ത് തീയൊക്കെ കൂട്ടിപ്പോൾ ചൂട് കൊണ്ടിരിക്കണേ കനൽ. അങ്ങനെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് നേരം ചൂടൊക്കെ കൊണ്ടു കഴിഞ്ഞിട്ട് നേരെ ഇനി കുട്ടൂസനെ എടുത്തിട്ട് ഇറങ്ങണം. അങ്ങനെ പതുക്കെ ഇന്ന് യാത്ര ചെയ്ത് നാളെ നമ്മൾ എന്തായാലും ഉച്ച കൊള്ളിച്ചിട്ട് വാരണാസിയിൽ എത്തുന്നതായിരിക്കുള്ളൂ. അങ്ങനെ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 3:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3:30 കഴിഞ്ഞപ്പോഴേക്കും നമ്മളിവിടെ ഒരു പോകുന്ന വഴിക്കൊരു ആജങ്കറിൽ ഒരു സൈക്കാ സ്റ്റാൾ എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് ഇത് സൈക്കാ സ്റ്റാൾ ആൻഡ് ഫാസ്റ്റ് ഫുഡിൻ്റെ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ധാബയുണ്ട്. അപ്പോൾ ഇവർ 24 hour അങ്ങനെ നമ്മൾ ഈ ചായക്കടയിലാണ് ചായ കുടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ അടിപൊളിയായിരുന്നു. അപ്പോൾ രാവിലെ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 3:30 ആവുന്നുള്ളൂ. അപ്പോൾ 3:30 ആയപ്പോൾ തന്നെ ഇവിടെ ബായിസാവ് ഫുള്ള് പാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നാളെ രാവിലത്തേക്കുള്ള കസ്റ്റമറിന് വേണ്ടിയിട്ടുള്ള രാവിലെ നല്ല തിരക്കാണ് ഇപ്പോൾ ഇവിടെ.
അപ്പോൾ ഇവർ നമ്മളോട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച്, അതുപോലെ തന്നെ കടയാണെങ്കിൽ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെയുള്ള എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടിട്ട് ഇനിയിപ്പോൾ പതുക്കെ നമുക്ക് കുട്ടൂസിനെ എടുത്തിട്ട് യാത്ര കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ബൈ സാബ് ആപ്കാനാ മുഹമ്മദ് വസീഫ്. അതുപോലെ തന്നെ ഒരു ഇതാണ് ഇവിടുത്തെ ബാബ സമയം. അതുപോലെ തന്നെ ബൈ സാബ് മുഹമ്മദ് അത്തീഫ്. അപ്പോൾ വളരെ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ വന്നിപ്പോൾ കുറേ നേരം നമ്മുടെ യാത്രേനെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ടായത്. അതുപോലെ തന്നെ കടയാണെങ്കിലും നല്ലൊരു രസമുള്ള കടയാണ്. ഇതിപ്പോൾ 24 ആണ്. അപ്പോൾ രാത്രിയുള്ള സമയം വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ഒരു സെക്ഷനാണ്. അതുപോലെ തന്നെ അങ്ങോട്ടെല്ലാം രാവിലെ മൊത്തം ഭയങ്കര തിരക്കായിക്കോട്ടെ. ഇവിടെ രാവിലെ എന്ന് പറഞ്ഞാൽ സൈക്ക ടീ ആൻഡ് ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം നല്ലൊരു ഏരിയയും നല്ലൊരു കോമ്പൗണ്ടും ഉണ്ട്. അതുപോലെ തന്നെ മെയിൻ ഹൈവേ ഉണ്ടോ, നാഷണൽ ഹൈവേ 28 ആണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾക്കിനി ഇവിടെ നിന്ന് ഏകദേശം ഒരു 80 കിലോമീറ്ററും കൂടി വാരണാസിയിലേക്കുള്ള യാത്ര പോകാനായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ എത്തിപ്പെട്ടതിലും ഇവരെയൊക്കെ കണ്ടുമുട്ടിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി പറ്റി പുതിയതായിട്ടുള്ളത്. പിന്നെ അതുമാത്രമല്ല കേട്ടോ, നമുക്ക് നല്ല രസമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു ഈ ഒരു പാൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ. അതെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടേക്കണേന്ന് പറഞ്ഞാൽ ചെറിയ 1, 2 അല്ലെങ്കിൽ 10 ഒക്കെ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കണേ കണ്ടിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 100 പാൻ 200 പാൻ കൂടുതലാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ പാക്കിങ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് നേരമായിട്ട് ഇപ്പോൾ ഇവിടെ കനലിലൊക്കെ ചൂടൊക്കെ കൊണ്ടിരിക്കണമായിരുന്നു കേട്ടോ. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 5 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു 12 മണിക്കുള്ളിൽ വാരണാസി എത്താൻ പറ്റുമെന്ന് തന്നെ വിചാരിക്കണം. അപ്പോൾ നല്ല തണുപ്പാണ്. അതുപോലെ തന്നെ പോണ വഴികളെല്ലാം കോടയൊക്കെ ഒന്ന് അടഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ എത്തിപ്പെട്ടതൊക്കെ വളരെ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ ഈ തണുപ്പത്തൂടി പോകാൻ നേരത്ത് ഇതിന് മുമ്പ് കുറച്ച് നേരം ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് വഴിയിൽ ഇന്ന് കിട്ടിയ മടലൊക്കെ എടുത്ത് കത്തിച്ചിട്ട് നമ്മളവിടെ ഒരു ക്യാമ്പൊക്കെ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ച് വന്നിട്ട് ചായക്കടകളൊന്നും കിട്ടാണ്ടായപ്പോഴാണ് കറക്റ്റായിട്ട് ഇവിടെ ഒരു ധാബ ഉണ്ട്. അപ്പോൾ ഇവിടെയാണെങ്കിൽ നല്ല കുറേ ആൾക്കാരൊക്കെ തന്നെയായിരുന്നു, നല്ല കുറേ നിമിഷങ്ങളായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് ഇറങ്ങിയിട്ട് ഇനി യാത്ര തുടങ്ങണം. നല്ല തണുപ്പുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് കുറച്ച് നേരം നിർത്തിയിട്ട് വേണം ഇനി അങ്ങോട്ടേക്ക് യാത്ര ചെയ്യാനായിട്ട്. അങ്ങനെ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 7 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. 7 മണിയൊക്കെ ആയപ്പോഴേക്കും ഇപ്പോൾ സൂര്യൻ വന്നിട്ട് ഇപ്പോൾ കോടയൊക്കെ പയ്യെ മാറി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പ് നമ്മൾ. അപ്പോൾ നമ്മൾ ഇന്നലെ രാവിലെ തുടങ്ങിയ സൈക്ലിംഗ് ആണ്. നമ്മൾ കുട്ടൂസനായിട്ട് ഇന്നലെ രാവിലെ ഇറങ്ങിയ ആ ഹൈവേ തന്നെയാണ്. അപ്പോൾ ഇന്നലെ രാവിലെ നമ്മൾ ഇറങ്ങിയപ്പോഴേക്കും ഈ ഹൈവേന്ന് ഏകദേശം 200 കിലോമീറ്റർ ആയിരുന്നു വാരണാസിയിലേക്ക് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മൾ കുറേ ഉള്ളുവഴികളൊക്കെ കയറി കുറച്ച് വഴിയൊക്കെ തെറ്റി ഒരു 40 കിലോമീറ്റർ അടുത്ത് കറങ്ങേണ്ടി വന്ന്. അങ്ങനെ നമ്മൾ രാവിലെ തൊട്ട് രാത്രി മുഴുവൻ സൈക്കിളോട്ട് ഇപ്പോൾ രാവിലെ ആയപ്പോഴേക്കും നമ്മൾ എത്തി നിൽക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ലാൽഗഞ്ച് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ലാൽഗഞ്ച് എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്ത് നിന്ന് ഇനി വാരണാസിയിലേക്ക് വെറും 55 കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ഇനിയിപ്പോൾ 7 മണിയായി, 12, 1 മണിയൊക്കെ ആകുമ്പോൾ എന്തോന്നാലും നമ്മൾ വാരണാസി എത്തണമായിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നലെ ഉറങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ. രാത്രി ഫുള്ള് നമ്മൾ ഈ ഹൈവേയിലൂടെ തന്നെ യാത്ര ചെയ്ത്, അതുപോലെ തന്നെ നല്ല തണുപ്പായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ നിർത്തിയിട്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിയത്. അപ്പോൾ നല്ല ടയേർഡ് ഉണ്ട്. എന്നാൽ കൂടി നമ്മൾ ഇന്ന് അവിടെ എന്തായാലും വാരണാസി എത്തിയിട്ടേ നിൽക്കുള്ളൂ എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാനും കുട്ടൂസനും ഇറങ്ങിയത്. അപ്പോൾ എന്തായാലും നമ്മൾ വാരണാസി എത്തിയിട്ടായിരിക്കും നിൽക്കണത്. അപ്പോൾ ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വാരണാസി വരെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് സ്ട്രെച്ചായിട്ട് സൈക്കിളിൽ ചവിട്ടിയതെന്ന് പറഞ്ഞാൽ ഏകദേശം 200 കിലോമീറ്റർ 40 കൂടി ആകുമ്പോൾ 240 കിലോമീറ്റർ ആണ് കേട്ടോ നമ്മൾ സ്ട്രെച്ച് സൈക്കിള് ചവിട്ടിയത്. ഇതുവരെയല്ല, ഇവിടുന്ന് വാരണാസി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ 240 കിലോമീറ്ററാണ് സ്ട്രെച്ച് സൈക്കിള്. അതായത് ഡേ തൊട്ട് ഡേ നൈറ്റ് പിറ്റേ ദിവസത്തെ ഡേന്ന് നമ്മൾ ഉച്ചക്ക് അവിടെ എത്തിപ്പെട്ടാൽ ഉച്ച വരെ 250 കിലോമീറ്റർ കവറാവും. അതിനകത്ത് നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്താണ് വന്നത്. അങ്ങനെ നമ്മൾ 5 മണിയായപ്പോഴാണ് വാരണാസി എത്തിയപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കോണ്ടാക്റ്റിലുള്ള 2 ഫ്രണ്ട്സ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ റൂമിലാണ് ഇന്ന് നിൽക്കണത്. അപ്പോൾ അവിടെ നമ്മൾ റെഡിയായിട്ട് ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയാണ്ടോ.